വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർ പീഡിപ്പിക്കുകയോ സ്വയം പീഡിതനായി മാറുകയോ ഒക്കെ ചെയ്യാത്ത ഒരു വിശുദ്ധനിൽ വിശുദ്ധനുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയും. ഓക്കെ, വളരെ സന്തോഷം. താത്തു വെച്ചോളൂ. ആക്കിയതാണെന്ന് മനസ്സിലായി. ലിസ്റ്റ് തുറക്കരുത്. ഞാനിത് പറയാൻ കാരണം, ആളോടെ സഡൻ ഒരു ദിവസം ഈ സ്റ്റേജിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്ന രജിത് കുമാർ അല്ല. കഴിഞ്ഞ 32 വർഷം കൊണ്ട് സിനിമ സീരിയൽ ഫീൽഡിൽ തെണ്ടി നടന്ന്, ചാൻസ് അന്വേഷിച്ചെന്നല്ല, തെണ്ടി നടന്ന് പല ലൊക്കേഷനും പോയി കാവലിരുന്ന് 10 വർഷം 93 മുതൽ 2002-3 വരെ, 2002 എന്നാണ് കല്യാണം നടക്കുന്നത്, അതുവരേക്കും പല ലൊക്കേഷനുകളിലും പോയി കാവലിരുന്ന് ജീപ്പിൽ തൂങ്ങി പല സെറ്റുകളിലും പോയിരുന്നിട്ട് അവസാനം ഇന്നില്ല നിങ്ങളുടെ വേഷം, നാളെ എന്ന് പറഞ്ഞ് മാറി അവിടെ നിന്ന് വീണ്ടും വണ്ടിക്കൂലി പോലും നേരെ ഇല്ലാതെ കിലോമീറ്ററുകൾ ദൂരെയുള്ള വീട്ടിലേക്ക് വന്നിട്ട് അടുത്ത ദിവസം വീണ്ടും പോയി. അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചു. പക്ഷെ അതിൻ്റെ ഇടയിലും പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം കാലടി ശ്രീശങ്കര കോളേജിൽ 96-ൽ അധ്യാപകൻ അല്ലെങ്കിൽ ലെക്ചറർ അല്ലെങ്കിൽ പ്രൊഫസർ എന്ന് പറയുന്ന രീതിയിൽ ജോലി കിട്ടി. ആ ജോലി കിട്ടിയതുകൊണ്ട് കൊറോണ സമയത്ത് കലാകാരന്മാർ പലരും പട്ടിണിക്ക് കിടന്നപ്പോഴും ഗവൺമെൻറ് സർവൻ്റ് ആയതുകൊണ്ട് കൃത്യമായി ശമ്പളം കിട്ടുകയും നന്നായി ജീവിക്കാനും പറ്റി. അത് കഴിഞ്ഞ് ആ പ്രണയം, ഒരു പ്രണയമുണ്ട്, ഭയങ്കര പ്രണയമാണ്, അത് സിനിമയോട് തന്നെയാണുള്ള പ്രണയം. കാരണം 1054ഓളം സർട്ടിഫിക്കറ്റ്സ് 7 കോളേജുകളിലൂടെ പഠിച്ച് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ ഞാനും മനുവർമ്മയും താരാ കല്യാണും ഒരുപോലെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ താരാ കല്യാൺ വേറൊരു മേഖലയിലും മനുവർമ്മയ്ക്ക് ജഗന്നാഥവർമ്മ സാർ എന്ന് പറയുന്ന അച്ഛൻ്റെ ബാക്ക് ബോണും ആരുമില്ലാത്ത ഒറ്റ വ്യക്തി എന്നുള്ള നിലയിൽ, മീൻസ് ബാക്ക് ബോണുകളോ സപ്പോർട്ടുകളോ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സ്വയം തുഴയേണ്ടി അങ്ങനെ തുഴഞ്ഞു തന്നെ വന്നു. അത് കഴിഞ്ഞ് 17 വർഷക്കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാനൽ ചർച്ചകളിൽ നിരന്തരം ഫൈറ്റ് ചെയ്ത് അടികൂടി നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൂടുതൽ പീഡനങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒക്കെ ചെയ്ത് ഒരുപാട് കഴിഞ്ഞിട്ടാണ് 2000-ൽ എൻ്റെ പീഡനങ്ങൾ, ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ കണ്ട് ദൈവത്തിന് പോലും മനസ്സലിഞ്ഞിട്ടുണ്ടാവണം. അന്നാണ് ഡിസംബർ 2019, ഞാനിത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസത്തിന് വേണ്ടി പറയുന്നതാണ്. കാരണം 30 വർഷം കൊണ്ട് 35 വർഷം കൊണ്ട് അതവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. 2019 നവംബറിൽ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് എന്നെ വിളിക്കുന്നത്. ആ വിളിക്കുന്ന സമയത്ത് ഞാൻ നോ എന്നാണ് പറഞ്ഞത്. അവർക്ക് തന്നെ അറിയാം. കാരണം എനിക്കിതെന്താണ് സംഗതി എന്ന് അറിയില്ല. അറിയാത്തൊരു സ്ഥലത്ത് പോയി വേഷം കെട്ടിയിട്ട് കാര്യമില്ല. ഞാനിത് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. വീണ്ടും അവർ ആ സമയത്ത് എനിക്കൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജീൻസിനെതിരെ പറഞ്ഞു, ലെഗിൻസിനെതിരെ പറഞ്ഞു, ആനയാണ് ചാനലിൽ കട്ട് ചെയ്ത് സ്ത്രീ വിരുദ്ധ പ്രഭാഷണം, അത് ഇത്. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് ഇപ്പം പ്രൊഡ്യൂസർ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കൈയടിച്ചത്, വേറെ ആരും കൈയടിക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാനുള്ളത് തുറന്നു പറയുന്ന ആളാണ്. ഒന്നും അപ്പം കൊണ്ടുപോയിട്ട് പിന്നെ പറയത്തില്ല, അപ്പോൾ പറഞ്ഞിട്ടങ്ങ് പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഒരുപാട് പീഡനങ്ങൾ, മാനസിക പ്രയാസങ്ങളും കഷ്ടപ്പാടും അനുഭവിച്ചു വന്ന എൻ്റെ അമ്മയുടെ ജീവിതം എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടികളും ഒരു സ്ത്രീകളും അതുപോലെ തന്നെ ഞാൻ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഒരു പുരുഷനും ഒരു ആൺകുട്ടികളും പീഡനം അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത്. പലപ്പോഴും സ്ത്രീകൾക്ക് നിയമസംരക്ഷണം ഉള്ളതുകൊണ്ട് പുരുഷന്മാരുടെ വാക്കുകൾ കേൾക്കാനോ അവർക്ക് വേണ്ടി പറയാനോ മുഖ്യധാരയിൽ പലപ്പോഴും ആരും ഉണ്ടാകാറില്ല. ഇപ്പം ഇന്നലെ ഞാൻ നോക്കുക ഒത്തിരി ചാനലുകാർ എന്നെ വിളിച്ചു, ഞാൻ പിടികൊടുത്തില്ല, ഓടി. ഇപ്പോൾ ബിന്ദുവിനോട് ഞാൻ പറഞ്ഞു, ബിന്ദുവൊക്കെ അനുഭവിച്ച ജീവിതത്തിൻ്റെ കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ തുറക്കാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്, നമുക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയങ്ങളിൽ പറയുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത്. അതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞ് 15, 20, 30 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ കരിയോയിലുകളും വാരിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്, അതിനോട് എനിക്ക് പലപ്പോഴും യോജിപ്പ് വന്നിട്ടേ. നിങ്ങൾക്ക് യോജിക്കണമെങ്കിൽ യോജിക്കാം, യോജിക്കേണ്ടെങ്കിൽ യോജിക്കാം. നമുക്കൊരു ചിന്തയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് നോക്കി സ്റ്റാൻലി കറുത്ത മനുഷ്യന് വയറുണ്ട്, അപ്പോൾ വെള്ളം അടിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല കുപ്പായിട്ടിരിക്കുകയായിരിക്കും. അടുത്ത ആൾ, ആ പയ്യൻ ക്യാമറാമാൻ, ഇവനാള് ശരിയല്ല. ഇങ്ങനെ ഉള്ള ഒരു മുൻധാരണ പലപ്പോഴും നമുക്കുണ്ട്. നമുക്ക് ചില കണ്ട അങ്ങോട്ട് സഹിക്കത്തില്ല. ഇപ്പം തന്നെ ഞാൻ വന്നിറങ്ങി കാർ മാറ്റിയിട്ട് തിരിച്ച് ഞാൻ ഇതുവഴി കടന്നുപോയി. എനിക്ക് സ്ഥലം അറിയില്ലായിരുന്നു. ഞാൻ കടന്നങ്ങ് പോയപ്പോൾ ഇവിടെ ഇത് കെട്ടിയിരിക്കുന്നു, നോക്കിയപ്പോൾ റെഡ് കാർപ്പറ്റ് തിയേറ്റർ കണ്ടു. അവിടെ പോയി വളഞ്ഞ് പിന്നെ അങ്ങ് പോയി തിരിച്ചു വന്ന് ഞാൻ കയറുമ്പം എന്നെ സ്വീകരിക്കാൻ വേണ്ടി ആദിത്യ മര്യാദയിൽ 2 പേര് ഓടി അങ്ങോട്ട് വന്നു. ദെൻ മറ്റൊരാൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ തുറന്നിറങ്ങി വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്,
അദ്ദേഹം പറഞ്ഞ കമന്റ്, ഓ ഇയാളാണോ, ഇയാളാണോ എന്ന ചോദ്യത്തിന് അത്രത്തോളം ഒരു ഗ്രാഫ് ഇല്ല. കാരണം ഇവന് അപ്പൊ ഇന്നലെ മെനഞ്ഞാന്ന് സിദ്ദിഖൊക്കെ ഇവിടെ വരികയായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നേനെ അല്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പൊങ്ങി നടക്കുകയാണെങ്കിൽ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടി നമ്മൾ കുറേ പേരുണ്ടാവും. ഇനി കഷ്ടപ്പെട്ട് വളർന്നു കയറി ഉയർന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് വലിച്ചു താഴെയിട്ട് ആളിച്ച് വൃത്തികേടാക്കി കരിയോയിൽ ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല. കുറേ സാഡിസം മെന്റാലിറ്റിയോടുകൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലോചിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരമ്മ ഏറ്റവും കൂടുതൽ പീഡനത്തിന് വിധേയമായി സ്വയം പീഡനം എന്ന് പറയുന്ന വാക്ക് ഇൻവെർട്ടഡ് കോമയിൽ വേണം ചിന്തിക്കാൻ. ഒരുപാട് പീഡനത്തിന് സ്വയം വിധേയമായിട്ടാണ് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത്. ഇന്നത്തെ സിസേറിയനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, മയക്കിയിട്ടിട്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ച അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന അതേ വേദനയോടുകൂടിയാണ് ഒരു തിരക്കഥാകൃത്ത് ഒരു കഥ സൃഷ്ടിച്ച് അതിൻ്റെ പുറകെ സംവിധായകൻ നടന്ന് അതെല്ലാം എഴുതി റെഡിയാക്കിയിട്ട് പാവം പ്രൊഡ്യൂസർമാരുടെ പുറകെ തെണ്ടി നടന്ന് ആ പ്രൊഡ്യൂസർമാരെ കണ്ടെത്തി അവർ തയ്യാറായതിനു ശേഷം പിന്നെ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറയുന്ന രീതിയിൽ ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർമാർ, അസിസ്റ്റന്റ് ഡയറക്ടർമാർ 1 മാസം, 1.5 മാസം, 3 ആഴ്ച, 2 ആഴ്ച റൂമുകളെടുത്ത് ഇതത്രയും സീൻ ഓർഡർ ഉണ്ടാക്കി ചാർട്ട് ചെയ്ത് ലൊക്കേഷൻ കണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ആർട്ടിസ്റ്റും കാസ്റ്റിങ്ങും എല്ലാം നടത്തി റെഡിയാക്കി പിന്നെ ഷൂട്ട് തുടങ്ങി. ആ ഷൂട്ട് പിന്നെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ അത് നടന്നു കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞ് ആ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറയുന്ന രീതിയിൽ എഡിറ്റിങ്ങും ഡബിങ്ങും പിന്നെ മിക്സിങ്ങും എഫക്റ്റും എല്ലാം കഴിഞ്ഞ് 6 മാസക്കാലത്ത് ഏറ്റവും വലിയ പീഡനങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം പ്രയത്നങ്ങളും വെച്ച് അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിലോട്ട് കൊണ്ടുവന്ന് കയറ്റി റിലീസിന് വരുമ്പോൾ ചില മോന്മാർ യൂട്യൂബിൽ വന്നിരുന്ന റിവ്യൂ എന്ന് പറയുന്ന രീതിയിൽ ആ സിനിമകളെ ചാനലുകളിലെ പ്രോഗ്രാംസിനെ വലിച്ച് കീറി വൃത്തികേടാക്കും. ഇത് കാണാൻ അവൻ്റെ യൂട്യൂബിനകത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന കയറി അവൻ ഇതിലൂടെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മേഖലയിൽ 100 കണക്കിന് ആൾക്കാർ കഷ്ടപ്പെട്ട് പാടുപെട്ട് ജീവിതം ഹോമിച്ചുകൊണ്ടാണ് ഈ യൂണിറ്റിലെ പ്രൊഡക്ഷൻ ബോയ് തൊട്ട് പ്രൊഡ്യൂസർ വരെ അതിൻ്റെ പുറകെ പോകുന്നത്. ഇതൊരു ബിസിനസ് തന്നെയാണ്. ഇതേ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ വെച്ച് എല്ലാവർക്കും ശമ്പളം, എല്ലാവരും ഹാപ്പിയാണ്. പൈസ കിട്ടുമെങ്കിൽ വളരെ ഹാപ്പിയാണ്. ഞാൻ പാഷൻ മൂത്തിട്ട് ഇറങ്ങിയ ആളാണ്. ചിലർ എന്നെ വട്ടെന്ന് വിളിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ചില പറയും അങ്ങേർക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് പറയും. പക്ഷേ നാളെ ഒരു നാഷണൽ അവാർഡോ ഇന്റർനാഷണൽ അവാർഡോ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ജീനിയസ് ആണ് കേട്ടോ, ഭയങ്കര മിടുക്കനാണ്, ഇതേ നാക്കുകൊണ്ട് അടിച്ചതായി. ഇത് പറയാൻ കാരണം 2020 ബിഗ് ബോസിലെത്തി. ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ അതെല്ലാം കഴിഞ്ഞ് തന്നെയാണ് അവിടെ എത്തി. ഞാനും ഇന്റർവ്യൂവിന് പങ്കെടുത്തു. ആ പങ്കെടുത്ത് കഴിഞ്ഞ് ബിഗ് ബോസിന്റെ ഇന്റർവ്യൂവിന് ചെന്നു. 2020 ജനുവരി 3-ാം തീയതി ചെന്നൈയിൽ ബിഗ് ബോസ് ഓഡിറ്റോറിയത്തിലേക്ക്, ഷോയുടെ ഓഡിറ്റോറിയത്തിൽ കയറി നമ്മൾ ഭയങ്കരമായി റെസ്പെക്ട് ചെയ്യുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ മുമ്പിൽ ഞാൻ എത്തിച്ചേരുന്നു. അദ്ദേഹം സ്വീകരിച്ചു, അനുഗ്രഹിച്ചു. ബിഗ് ബോസ് ഹൗസിലേക്ക് 2020 ജനുവരി 3-ാം തീയതി പോയി കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെയൊക്കെ നാട്ടിൽ സംഭവിച്ചു എന്നാണ്, നാട്ടിലെല്ലാം പാട്ടായി എന്ന് പറഞ്ഞ കണക്ക് പുറത്ത് എന്തൊക്കെയോ സംഭവിച്ചു. പക്ഷെ എനിക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ, എന്നെ വിശ്വസിക്കുന്ന ഒരാളിനെ ഞാൻ ഒരിക്കലും ചതിക്കത്തില്ല. എനിക്കൊരു വർക്ക് തന്നാൽ അത് 150 അല്ല 300 ഇരട്ടി, അത്രയും ഇരട്ടി ഡെഡിക്കേഷനോടെ തന്നെ ഞാനത് ചെയ്തിരിക്കും. എനിക്ക് അഭിമാനത്തോടെ പറയാം. ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ, നിന്നെ തട്ടുമെന്ന് പറഞ്ഞാലല്ല, ഞാൻ വരും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വന്ന് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാൽ ഉറപ്പായി വരാൻ 100% ശ്രമിക്കും. എന്തെങ്കിലും അസൗകര്യം മനുഷ്യപരമായിട്ടുണ്ടായ ഞാൻ അതിന് ഉത്തരവാദിയില്ല. അപ്പോൾ ബിഗ് ബോസ് ഷോയിൽ കയറി, അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. 2020 മാർച്ച് 15-ന് 70-ാമത്തെ ദിവസം ആസ്ഥാനത്ത് എനിക്ക് പുറത്താവേണ്ടി വന്നു. 70-ാമത്തെ ദിവസം ഞാൻ വളരെ ദുഃഖിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. എനിക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല. 70 ദിവസം ഒരു വീട്ടിൽ അടച്ചിട്ട് ലോകം പോലും കാണാതെ വളരെ, അതും 17:1 എന്ന് പറയുന്ന രീതിയിലൊക്കെ ഒരാൾ താങ്ങിയിരിക്കാൻ പോലും ഇല്ല. ആ ലെവലിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ സ്വീകരിക്കാൻ നിന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. പക്ഷെ അപ്പോഴാണ് ഒരു അടുത്ത പീഡനം വരുന്നത്. ഞാൻ ആളിനെ വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞ് എനിക്കെതിരെ ഒരു കേസ്. കുറെ പേര് എന്നെ ഉമ്മ വെച്ചപ്പോൾ കൊറോണ വളരാൻ കാരണം ഞാനായി എന്ന് പറഞ്ഞ അടുത്ത കേസ്. ഒരു ഉമ്മയ്ക്ക് 67,000 രൂപ ഹൈക്കോടതിയിൽ വക്കീലന്മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കേസുകളെല്ലാം ഒന്ന് തള്ളിക്കളഞ്ഞു. സംഭവം തീർന്നു. കാരണം എന്താ, ഈ വളർച്ചയിൽ ആർക്കൊക്കെയോ സഹിച്ചില്ല. അതാണ് സംഭവം. ഇപ്പൊ ഞാൻ ഈ വേഷം ഇട്ടുകൊണ്ട് വന്നു. ഈ വേഷം ഇട്ടുകൊണ്ട് വന്നത് എനിക്ക് വേണ്ടിയല്ല. ആക്ച്വലി ഞാൻ പലപ്പോഴും ആലോചിച്ചും ചിന്തിച്ചിട്ടുമാണ് ഓരോന്ന് ചെയ്യുന്നത്. ഈ വേഷം ഇട്ടുകൊണ്ട് വരുന്നത് എനിക്കറിയാം
എന്നെപ്പോലെ മധ്യവയസ്കരായിട്ടുള്ള അല്ലെങ്കിൽ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാർ തൻ്റെ മനസ്സിലെ പാഷനായ അഭിനയം എന്ന് പറഞ്ഞ ആഗ്രഹത്തോടു കൂടി നടക്കുമ്പോൾ പലപ്പോഴും പല വീട്ടിൽ പ്രാരാബ്ധ കർമ്മങ്ങളിലൂടെ മക്കളുടെ പ്രശ്നം, ഭർത്താവിൻ്റെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, വീട്ടിൻ്റെ പ്രശ്നം, കടം, അസ്വസ്ഥത, ഇങ്ങനെ ഒരുപാട് കഥകൾ ഞാൻ കേൾക്കാറുണ്ട്. 2000-ഓളം കൗൺസിലിംഗ് ഷോകളിലൂടെ ഇതൊക്കെ നിർത്തി. അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടിട്ടെങ്കിലും ഒരമ്മച്ചിക്കോ ഒരപ്പച്ചനോ എനിക്കും ഇതുപോലെയൊക്കെ ഒന്ന് ആവണം, സ്മാർട്ടായിട്ട്, എന്തായാലും ഇനി ഒരു കൊറോണയ്ക്ക് ബാക്കിയില്ല, അപ്പോൾ നന്നായി തന്നെ അണിഞ്ഞൊരുങ്ങി നടക്കണം എന്നൊരു തോന്നൽ വന്ന് അവരെങ്കിലും ഒന്ന് ഉത്തേജിക്കപ്പെടട്ടെ, പുതിയ തലമുറയിലെ പിള്ളേർ ഏറ്റവും ഗംഭീരമായി വരട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഷോകൾ വിളിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം തൊലിക്കട്ടിയോടെ ഇങ്ങനെയുള്ള വേഷങ്ങളോടെയൊക്കെ വരുന്നത്. എനിക്കൊരു മടിയില്ല. കാരണം നല്ല തൊലിക്കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ഞാനിങ്ങനെ പഠിച്ച് വരികയാണ്. ഇപ്പം സിനിമ മാത്രമല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സംവിധാനം പഠിക്കുന്നുണ്ട്. ചെസ് എന്ന് പറയുന്ന ഡയറക്ടറുടെ രാജ്ബാബു ചേട്ടൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഇപ്പം 3 സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ കഴിഞ്ഞു. ഫെഫ്കയിൽ നിന്ന് എനിക്ക് ഡയറക്ടറുടെ കാർഡ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം നല്ല വഴി പോകണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായി അവരെന്നെ പ്ലേസ് ചെയ്തു. കന്യാകുമാരിയിലായിരുന്നു ഷൂട്ട്. 15 ദിവസം ഷൂട്ട് കഴിഞ്ഞു. ഇവിടെ ഷൂട്ടിൽ പങ്കെടുത്ത ചില ആൾക്കാർ ഇതിനകത്തുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള നിലയിൽ ഏകദേശം 39 ആർട്ടിസ്റ്റുകൾക്കും 6 ടെക്നീഷ്യൻ സെക്ഷൻസിനും, എന്ന് വെച്ചാൽ ആർട്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂം, ഇവർക്കെല്ലാം ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തതും ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസറിനോട് എമൗണ്ട് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തതും. കാരണം ഇവരെല്ലാവരും ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ 20 സിനിമകൾ ചെയ്ത് കഴിഞ്ഞു. 6 ഇറങ്ങി. ഈ ഓണത്തിന് 2-3 ഇറങ്ങുന്നുണ്ട്. കുറച്ചെണ്ണം വരാൻ റെഡി ആയിരിക്കുന്നുണ്ട്. 21 ഒന്നാമത്തെ സിനിമ പെട്ടിയിലാണ്. നടക്കോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പില്ല. ബാക്കി 20 വരും. അതുകൊണ്ട് അങ്ങനെ കാത്തിരിക്കും. അതിനകത്തുള്ള ആൾക്കാരെയാണ് ഞാൻ തപ്പിയെടുത്തിട്ട് ഈ സിനിമകളിൽ വേഷം കൊടുത്തത്. അതിലൂടെ പ്രൊഡ്യൂസർ കഴിഞ്ഞ വർഷം സിനിമ ചെയ്ത ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന് പറയുന്ന അനൂപ് മേനോൻ ചേട്ടൻ്റെ സിനിമ എടുത്ത ലേഡി പ്രൊഡ്യൂസറും ഡയറക്ടറാണ് കൃഷ്ണ പ്രിയദർശൻ. അദ്ദേഹത്തിൻ്റെ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നിട്ട് അമ്പിളി സജി ഇവിടെ ഇരിപ്പുണ്ടെന്നും, അമ്പിളി ചുമ്മാ കൈവൊക്കിയാൽ മതി, താത്തു വയ്ക്കൂ, ജിൻസി ചിന്നപ്പൻ ഇരിപ്പുണ്ട്, കൈവെക്കൂ, ഇരുന്നോളും. ഇവർക്കെല്ലാം സത്യം അറിയാമെന്നുള്ളതാണ്. ഇവരെ എല്ലാം ചേർത്ത് ഈ ടെക്നീഷ്യൻസിനും ചേർത്തിട്ടും 9,80,000 രൂപ, 10 ലക്ഷത്തിനകത്ത് മാത്രമേ ആ സിനിമ ഷൂട്ടിന് ഞാൻ കണക്ക് കൊടുക്കുമ്പോൾ ആയിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് അഭിമാനമുള്ള ഒരു സംഭവമാണ്. 15 ദിവസത്തെ വർക്ക്. ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്? ഞാൻ തന്നെയാണ് ഫിക്സ് ചെയ്തത്. അതിൽ അഭിമാനമുണ്ട്. കാരണം അവർക്ക് എന്നെ വിശ്വാസമായിരുന്നു. കൃഷ്ണപ്രസാദ് ആയിരുന്നു മെയിൻ ആർട്ടിസ്റ്റ്, ലതാദാസ് ആയിരുന്നു, കൈലാഷ്, ഇവരെല്ലാം വമ്പൻ പൈസ വാങ്ങിക്കുന്ന ആളായിരുന്നു. പിന്നെ ഒരു ത്രൂ ഔട്ട് വേഷം ഞാനും ചെയ്തു.